എടാ ഞാനേ നിനക്കൊരു സൂചി കയറ്റാനുള്ള ഇടമാണ് തന്നത്. നീ അവിടെ എന്താണ് കയറ്റിയത്? എടി എനിക്ക് ഇപ്പൊ ഒരു തന്ത ആവാനുള്ള ഒരു മെച്ചൂരിറ്റി ആയിട്ടില്ല. ആൾക്കാരെല്ലാരും ഒരു തന്തട്ടാ കാണുന്നേ. ഈ പ്രായത്തിൽ ഇത്ര ഫ്രോഡൊക്കെ മതി കഴിവറി. എന്താ നൈസായിട്ട് അറിഞ്ഞു. ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കുമ്പോൾ കുറച്ച് കാമാട്ട സ്ഥലത്ത് തന്നെ പറഞ്ഞു. എഞ്ചിനൊക്കെ ഞാൻ ഓഫ് ചെയ്തോളാം കേട്ടാ. ഇവനെ വിട്ടിട്ട് പോയല്ല. അതെ ഹലോ എന്നാ തന്നെ വിട്ടിട്ട് പോവാ. ഇറങ്ങ ഇറങ്ങ. ബാബുജി കൊട്ട അവന് കൊട്ടയില്ലാത്ത സർജറി ആയിട്ടാ ബ്രോ. സർജറി ചെയ്ത് 2 വലിയ കൊട്ട വച്ച് വയ്യേ. കുറേ നേരത്തെ എന്തൊക്കെയും കൂടെ. ഓ കുഴപ്പമില്ല, ഞാൻ അപ്പൊ തന്നെ എണീച്ചു. കുഴപ്പമില്ല. ചന്ദ്രനാണോ? അടുത്തുണ്ട്. ഓ നമ്മുടെ കൂടെ നിന്നാളാണ് നീ ദുഷ്ടൻ എന്നാറ്. അവന്റെ പേര് അറിഞ്ഞൂടാ കേട്ടോ. അവനെ പിടിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാ? വെച്ചിട്ട് അർജുന പിന്നെ പാവോടെ എന്നെ രക്ഷിച്ച പയ്യനോ അത്. ഞാൻ അവിടെ പുഴുത്ത്. അവര് ഡിങ്കനാ രക്ഷിക്കാൻ. സത്യം അവൻ അങ്ങനെയായിരുന്നു. അല്ല അലീന ഇത് പറയുള്ളൂ. അയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫ്രണ്ടിലോ എന്താ നീ ഇങ്ങനെ നടക്കുന്നു? ആ ചന്ദ്ര യെല്ലോ പേജ് നോക്ക്. അത് കണ്ട് അതിന്റെ റിപ്ലൈ അല്ലേ പറഞ്ഞേ. കണ്ട് കൊള്ളാരോ. അല്ല കണ്ട് ഞാൻ അത് കണ്ടില്ല. വീണ്ടും ഇട്ടല്ലേ? കാര്യത്തിലോട്ട് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവൻ എല്ലാരടുത്തും പോയിട്ട് അതെന്തിപ്പ അങ്ങോട്ട് പോയേ? പറയാമെന്നായിരുന്നു പറഞ്ഞ. ഇവ എല്ലാരടുത്തും പോകുമ്പോ ഉണ്ടല്ല മോനെ നിന്റെ പേരെന്താന്ന് നോക്കിയപ്പോഴത്തേക്കും സൂര്യ. ആര് പറഞ്ഞേ? നിനക്ക് എന്ത് 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 തോന്നിയിട്ടാണ് പെട്ടെന്ന് അടിച്ചു തോന്നാൻ? അത് വേറെ ജെസ്സി ഉള്ളായിരിക്കും. അല്ലല്ല, എന്റെ അടുത്ത് ആ വണ്ടി വന്ന ആള് പറഞ്ഞു ഞാനൊരു കൊച്ചിനെ പരിചയപ്പെട്ടു, ഷോർട്ട് ഹെയർ, മഞ്ഞ മുടി, ജെസ്സി എന്നാ പേരെന്ന്. ജെസ്സി അല്ല നിന്റെ മോള്? മോളാ? കാണാറല്ലേ ചിത്തിയും പെരിയപ്പനൊക്കെ ആക്കിട്ടെ നീ അങ്ങ്. എടാ ഞാനേ നിനക്കൊരു സൂചി കയറ്റാനുള്ള ഇടമാണ് തന്നത്. നീ അവിടെ എന്താണ് കയറ്റിയത്? നീ അവിടെ ഒരു കഴിക്കോലാണ് എടുത്ത് കയറ്റിയത്. മനസ്സിലായ? അല്ല ഞാൻ പറയട്ടെ, ഇവന്റെ ആരെങ്കിലും പേര് വയ്ക്കുമ്പോഴത്തേക്ക് അവൻ സിമ്പിൾ ആയിട്ട് സൂര്യ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ല നല്ല അലീന. നീ ആലോചിച്ച് നോക്ക്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് അച്ഛന്റെ പേരും അമ്മയുടെ പേരും കുടുംബ പേരും പെരിയപ്പയുടെ പേരും പെരിയമ്മയുടെ പേരും എന്തിനാണ്? കരയാതെ വല്ലതും പറയാൻ പറ്റുമോ? അല്ല ആരും ഇല്ലാത്തല്ലോ കാര്യം. നീ കൺവെർട്ട് ചെയ്യല്ലേ അങ്ങ്. നീ കാര്യം ചോദിക്കുമ്പോ കാര്യം മാത്രം പറഞ്ഞാൽ മതി. നമ്മള് കൺവെർട്ടൊക്കെ ഒരുപാട് കൺട്രോൾ തന്നെയാണ്. 5 വർഷമായി. പറ. அதனால யாரும் இல்லாதனால இப்ப வந்து கிடைச்சோன்னா அதை சொல்லி பழகிட்டோமா. அவங்களும் உங்க அப்பா யாரு உங்க அம்மா யாருன்னு எனக்கு கேட்பாங்கம்மா. அதான் ஸ்டார்டிங்லேயே நான் பறிஞ்சு அதை முடிச்சிடுறேம்மா.
നിന്റെ അടുത്ത് ആരും ചോദിച്ചില്ലല്ലോ, നീ എന്തിനാ ഈ പെമ്പിളുടെ അടുത്ത് മൊത്തം പോയിട്ട് ഓ അതാ പ്രശ്നം. ആൺപിള്ളേർത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓ അത് പറ. ആ സൂര്യ, സൂര്യ சொல்லுமா. ഇനിമേ നീ ഒരു പെൺകിട്ടയും ഒരു ആൺകിട്ടയും അപ്പ അപ്പാവും അമ്മ അമ്മാവും சொல்லല്. ഓക്കെ? സൂര്യ அப்ப யார்கிட்ட சொல்லணும்? ஜான் தாத்தா வருவாரா, அவர்கிட்ட சொல்லணுமா? നീ എന്നെ തന്തയ്ക്ക് വിളിച്ചല്ലേടാ നോറി? അവരാതി നിന്റെ തന്തയ്ക്ക് വിളിച്ചല്ലേടാ? இல்லம்மா, யார்கிட்ட சொல்றது தெரியலையம்மா, அப்படி சொல்றேன். தாத்தா கிட்ட சொல்லணுமான்னு கேட்டேன். നമുക്ക് അത്ര അടുപ്പുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി. നമ്മൾ പുതിയതായിട്ട് ഇല്ല, ഞാൻ സിറ്റിയിലെ ഞാൻ പറഞ്ഞ പെമ്പിൾ അങ്ങനെയല്ല, ആരെ കണ്ടാലും എടുത്ത വലി ചോദിക്കണ ചന്ദ്രൻ സൂര്യയുടെ അച്ഛനല്ലേ. ഞാനുണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് നീ ഇവിടെ അച്ഛനും അമ്മ ആരെന്ന് അറിയാതെ ഇവിടെ വന്നപ്പോ ഞങ്ങളല്ലേ നിന്നെ മോനെപ്പോലെ നോക്കിയേ. അലീനാന്ന് തോന്നുന്നു എന്റെ ഇമോഷണൽ നാടകം തുടങ്ങി. ഇങ്ങോട്ടാ അതെ, എന്താ പ്ലാൻ? മോനെ കളയാൻ നോക്കുവാണോ? അവന്റെ ഇമോഷണൽ നാടകം സ്റ്റാർട്ടാക്കി അവൻ. ഇടി അങ്ങനല്ലേ എനിക്ക് ഇപ്പൊ ഒരു തന്ത ആവാനുള്ള ഒരു മെച്ചൂരിറ്റി ആയിട്ടില്ല. ആൾക്കാരെല്ലാരും ഒരു തന്തട്ടാ കാണുന്നേ. ഒരു കൊച്ചിന് തന്ത പറഞ്ഞ ഡിമാൻഡ് പോയി. അല്ല ഡിമാൻഡ് പോയില്ല, അല്ല എന്നാലും അങ്ങനല്ല. എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് മനസ്സിലായി. പിന്നെ ആൾക്കാർ അങ്ങോട്ട് മിണ്ടുന്നില്ല. ആൾക്കാരല്ല, പെണ്ണുങ്ങള് അല്ലേ? ആ സൂര്യയുടെ അച്ഛനല്ലേ, നല്ല പ്രായം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പോണു പറഞ്ഞു കൊടുക്ക സമാധാനത്തിൽ. സൂര്യ അമ്മ കാര്യം சொல்லட்டுமா? உன் அப்பாவுக்கு அப்பா ஆவதுக்கு കഴിവില്ല, അല്ല പ്രായം ആയിട്ടില്ല. ഓക്കേ, അപ്പാവുക്ക് வந்து വെറും 25 ഇയേഴ്സ്, അമ്മാവുക്ക് வந்து വെറും 18 தான். ആൾക്കാരോട് 27 എന്നെക്കാളും പിന്നെ എത്രയാ 30 എന്നാ? അല്ല അത് ഞാൻ മര്യാദക്ക് പറയട്ടെ ചന്ദ്ര. നീ എന്നെ പ്രപ്പോസ് നടന്നപ്പോഴത്തേക്ക് ഞാൻ റിജക്ട് ചെയ്യുന്നതാണ്. നിനക്ക് എന്നെ കണ്ടിൽ ഏജ് കൂടിയോണ്ടായിരുന്നു. അല്ല അതെനിക്കൊരു മാറ്ററല്ലേ ഇപ്പൊ. അല്ല നിൽക്കുന്ന എല്ലാ പെൺപിള്ളേരുടെ അടുത്ത് ചന്ദ്രബോസ് അപ്പ ഒന്ന് പറഞ്ഞു ഫ്ലെക്സ് അടിക്കണം. നീ മര്യാദക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഇതാക്കട്ടെ. ഞാൻ പറയട്ടെ സൂര്യ, നീ അപ്പടി ചൊല്ലുമ്പോ ബാക്കിയുള്ളവര് അപ്പാവെ ഭയങ്കരമാണ്, പ്രായമാണ് ആളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എനിക്കെന്താ മര്യാദ ഉണ്ട്? എന്താ വളിവിട്ട് നടക്കണ കൊച്ചിന്റെ തന്തയല്ലേ കാണാൻ ചോദിക്കണേ കഴിഞ്ഞ ദിവസം ഒരുത്തെ. ഞാനിതിന് എന്ത് മറുപടി പറയണം? തോന്നിയ ദിവസമാണ് പറയണേ. 10 വയസ്സ് ഉണ്ണ അപ്പാവുക്ക് വന്ന് 25 വയസ്സ്. അപ്പൊ നിന്റെ അപ്പം നിന്റെ 15 വയസ്സിലുണ്ടാക്കിയോ? അപ്പടി சொல்லாதே, അത് കേട്ടായിടും. അഴുക്ക സ്വഭാവം. അതെ അതെ, നിനക്ക് ചിന്തിക്കാൻ സൂര്യ, നിനക്ക് ചിന്തിക്കാൻ പറ്റണം ഏജിലല്ലേ നീ ഇവിടെ വന്നത്. നിനക്ക് ഓർമ്മ ഉണ്ട് എന്റെ അച്ഛനെ, എനിക്ക് അച്ഛനെ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞല്ലേ വന്നിട്ട് എന്റെ തലയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മോനെ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞേ. മനസ്സിലായ? എനിക്കൊരു മോനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. സന്തോഷം അല്ലല്ലേ? ഇങ്ങ കേരളത്തിൽ അത് മലയാളത്തിൽ വന്ന് തലയിലായെന്ന് சொன்னா
உங்களுக்கு ஒரு நிதி கிடைச்சிடுச்சுன்னாதான் அர்த்தம். ஆமா 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 அர்த்தம். அப்போ என்னப்பா கேரளா தமிழ்நாடு பிரிச்சு பேசுற? അടിയുണ്ടാക്കണ്ട പോ ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ ഇത് പാടിയുണ്ടോ ഇപ്പൊ മുല്ലപ്പുര എന്ന ആൾക്കാർ എന്നെ കൊണ്ടുപോയി വാ കേറ് அப்ப என்னப்பா പോടാ അതിന്റെ മോനെ വാ ഇന്റെ മോനെ ചന്ദ്രൻ അടിയുണ്ടാക്കണ ആ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ഇപ്പൊ കുറച്ച് നേരത്തെ മാൻഡ്രൈക്കടി അവൻ. സൂര്യ சொல்லுமா. அப்படி நீ சொல்லாத. அப்பா பூவு எடுக்கான் தமிழ்நாட்டுல போனேன், கம்பி எடுக்கான் தமிழ்நாட்டுல போனேன், கசுவண்டி எடுக்கான் தமிழ்நாட்டுல போனேன். அப்ப நீ அப்படி சொல்லக்கூடாது. சரிம்மா சாரி. நீ தான் பிரிச்சு சொல்ற. ஓகே பிரிக்கலப்பா. ஓகே ஓகே. அப்ப அம்மா மேக்ஸ் படிப்பிச்சு வந்துட்டிല്ലേ മക്കളെ? அம்மா மேக்ஸ் நீ 1 1 சார் 1 1 2 சார் 2 அதா. அது மேக்ஸ் தான். அதே சரிம்மா. அப்போ உனக்கு இப்ப 10 வயசு, ஓகேமா. உனக்கு இப்ப 25 வயசு. அப்ப லீகலி നോക്കുമ്പോ தப்பு. நீ அப்படி சொல்லக்கூடாது. அப்படி சொன்னீங்க என்ன போலீஸ் பிடிக்கும். ஆமா அம்மா இத்தனை நாள் பிடிக்கல, இப்ப எங்கம்மா பிடிக்க போகுது? இனிதான் பிடிக்கும். இப்ப புதிய ரூல்ஸ் போடுறாங்களா போலீஸ்? பாரதியார் சார் நல்லா வடை சாப்பிட்டு தூங்குறாருமா, அவர் பிடிக்கவே மாட்டாருமா. പുതിയ ഓഫീസറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് പ്രശ്നമാവും. അപ്പൊ നീ அப்படி சொல்லக்கூடாது. നീ ആരെങ്കിലും നിന്റെ പേര് சொல்லக்கூடாது அவ்வளவுதானம்மா. அம்மா നീ പേരെന്ന് കേട്ടാ എൻ പേര് സൂര്യ എന്ന് மட்டும் പറഞ്ഞാ മതി പോതും. മറ്റേ ஏதோ பிரிச்சு விடுற மாதிரி இருக்குப்பா எனக்கு. அது எனக்கு அன்செக்யூரிட்டியா ஃபீல் ஆகும்பா. മറ്റേ ഹിസ്റ്റർ അല്ല മറ്റേ ഹിസ്റ്റർ. എടാ ഒരാൾ പേര് വയ്ക്കുമ്പോ നമ്മളെ പേര് പറയുന്ന മാസി എന്റെ പേരെന്തോ ചന്ദ്രബോസ്. ആ പേര് തന്നെ ഒരു മാസില്ലേ, നമുക്ക് മാസി ഫീൽ അടിച്ചില്ലേ ഇപ്പം? ഇല്ല അതെ, സൂര്യയുടെ മുടിയൊക്കെ എണീറ്റിരിക്കുന്നു. തല നോക്കിയ ഗൂസ് ബംസ് അടിച്ചു തലയിൽ. தலையில குரூப்ஸ் பாம்ஸ் வராதுப்பா, என் கையில தான் குரூப்ஸ் பாம்ஸ் ஏறும். அது പട്ടിക്ക് മുടിയില എന്തുകോ. അതാ പറഞ്ഞ നീങ്ങളെ ഞാനേ കഴിഞ്ഞ ദിവസം ഏത് പെമ്പിളുടെ അടുത്ത് വെച്ചാലും നിന്റെ പേര് നീ എന്താ ഈ പെമ്പിളുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുന്നേ? നീ പ്രായത്തിലൊത്ത് ചുമ്മാടാ നീയേ പ്രായത്തിലൊത്തടുത്ത് സംസാരിച്ചാ മതി. ഞാൻ പറഞ്ഞത് ആരൊക്കെയാന്ന്? ടിൻഡുമോൻ, തപ്പിടുമോൻ, പിന്നെ ആര് മറ്റേ അലീന, മറ്റേ കുരുട്ടിന്റെ പേരെന്തോന്ന്? ആ ബാബക്കുട്ടി, പിന്നെ അതുപോലെ വേറെ മറ്റേ കൊറേ ഇക്രുമോൻ. അങ്ങനത്തെ കൊറേ കൊച്ചു സാധനങ്ങളില്ലേ ഇവിടെ? ഒരു പ്രശ്നമുണ്ട്. അവന്റെ ടീഷർട്ടിൽ തന്നെ ചന്ദ്രന്റെ ഫോട്ടോ അല്ലേ? അല്ല അലീന അത് കുഴപ്പമില്ല. ഈ പ്രായത്തിനനുസരിച്ച് മാത്രമുള്ള കമ്പനി മതി. പിള്ളേർ വഴിയേറ്റ് പോലെ കേട്ടില്ലേ? പ്രായത്തിലൊത്ത കമ്പനി മതി. പ്രായത്തിലൊത്ത കമ്പനി മതി കേട്ടാ. പ്രായത്തിലൊത്ത കമ്പനി മതിയേ. ഇപ്പഴേ പറഞ്ഞേക്കാം. ഇനി പ്രായത്തിൽ മൂത്ത ആരുടെ നിന്നെ കണ്ടുപോലെ ഞാൻ പോയാ വാവക്കുട്ടിയായിട്ട് എൻഗേജ്മെന്റ് കല്യാണം എന്താ വെച്ചാ കഴിയും. ഓ വേണ്ട, മീനൂട്ടി മതി. തന്തച്ചിയാ? எனக்கு இவருக்கு குருவிதான் மாமா, எனக்கு முறை பொண்ணு. നമ്മളതെന്നാ ഇപ്പൊ നോക്കി നീ വലുതാകുമ്പോ കല്യാണം കഴിച്ചു തരാം കേട്ടാ. തങ്കച്ചിയല്ല പേരെന്തത്? കുരുവിയോ തത്ത എന്താ വെച്ചാ നോക്കി വെച്ചരാ. ഓരോരോ പ്രശ്നങ്ങള് മനുഷ്യന് സിറ്റിയിൽ നടക്കാൻ വയ്യ. അലീനക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അലീനക്ക് എനിക്ക് 3 പ്രപ്പോസലാ പോയത്. അല്ല പൂച്ചയല്ല പോച്ചെന്ന്. അല്ലടാ ഒന്നുമില്ല. ഈ കൊച്ചുള്ളവരെന്തിനാ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നേ? നീയേ ചെറിയ വായില്ലേ ചെറിയ
അലീന ഇതായിരുന്നു സർപ്രൈസ്. അലീന ഇതായിരുന്നു സർപ്രൈസ് ന്യൂ ഇയറിലെ. ഞാൻ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചാണ്. ജെസി വെൽക്കം ബാക്ക്. ഇന്ന് മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ കേക്കാവോ? കണ്ടിട്ട് ഹലോ കേൾക്കുന്നില്ല. എന്താ മൈൻഡ് ചെയ്യാത്ത ഹലോ 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 സംസാരിക്കുന്നു. സൂര്യ സിംഗിളല്ല കമ്പനിടാ. വണ്ടി ഞാൻ ചുറ്റും നടന്നു നോക്കിയോട്ടെ. ആ നോക്കിയാ அப்படியா? நானும் ரொம்ப மிஸ் பண்ணிட்டேன் உங்களை எல்லாரையும். ജെസി അതെന്താ ഇന്ന് മാത്രം? പോയി ജെസി ഇന്ന് മാത്രം എന്താ? ജുഗ്രു ഇന്ന് ഞാന് കേട്ടില്ല. എന്റെ സിറ്റിയാ? നാളെയാണോ? ഓക്കെ സെറ്റ്. ഇന്ന് വന്നില്ലേ? ഇതാര്? താഴെ ഇറക്കടാ പട്ടി. ഞാനല്ല നിനക്ക് കാലില്ലേടി? നിനക്ക് നീ എനിക്കറിഞ്ഞൂടാ. ആണോ? അയ്യോ ചന്ദ്രനുണ്ട് വണ്ടിയിൽ. അങ്ങനെ പറഞ്ഞാ ഒരു റൗണ്ട് വരുമെന്നാ? എത്ര റൗണ്ട് വേണോ? ലോല ഈ പൈൻ്റെ അവിടെ പോടാ ലോല. മച്ചാനെ പ്രിയവാറുണ്ടാ? ഇല്ലാണ്ട് ഉണ്ടാ പിന്നെ വരും. പ്രിയവാറ നമ്മളടിക്കോ? പുതിയ വണ്ടിയിലായിട്ട് നമ്മളെ എടാ പ്രിയവാർ അടിക്കോ? നീ പറ. അടിക്കൂ. അതായിരിക്കണം നമ്മുടെ മൈൻഡ്. അതാവണം. അത്രയല്ലോ ഡബിൾ മൈൻഡാണ്. എത്ര മണിക്കാണ്? അതിപ്പം ഒരു 10 മണിയാവുമ്പോ 10 മണിയാവും. ഓക്കെ 10 മണിയാവൂല്ലേ? 10 മണി 10 റെഡി ആയിക്കോ. അതാണ് പറഞ്ഞേ. ഹോസ്റ്റ് എടുത്താലേ? അസ്സലാമു പോയിട്ടാ. അപ്പൊ പോയിട്ട് വരാട്ടാ. അതെ അലീന ഞാനേ ഞാനേ ഇങ്ങോട്ടോ. എടി ഞാനേ ആ പീഡിയോന്റെ എടുക്കട്ടാ. സാറേ വണ്ടിയൊക്കെ ലോക്കിയാണേ, കള്ളന്മാരാണ് ഫുള്ള്. ലോക്കലല്ല സാറല്ലേ? ആ വണ്ടി എടുക്കാൻ പറ്റില്ല. അതെ നീ എന്താണ് അവളെ ബാക്കിൽ നിന്നിട്ട് ഉമ്മ എന്ന് പറയണ? അയ്യേ എന്റെ അനിയത്തിയാണ് ചന്ദ്ര. ഹലോ ഒരു സെക്കൻഡ്. മാമൻ സുഖാണോ? സുഖാണ്. ജെസിക്ക് സുഖാണോ? ഇത്ര നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്? സത്യത്തിൽ പഠിച്ചു എനിക്ക് പഠിക്കാനായിട്ട് ഇനി കോഴ്സസ് ഇല്ല. പഠിക്കാൻ പോണേ മാമി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മാമിയെ അതല്ല ആദ്യമായിട്ട് മാമിയെ ഇങ്ങോട്ട് വാ. എല്ലാരും പറയാൻ നാണവാ. ആദ്യമായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് കണ്ടുപിട്ടി. ഞാനൊക്കെ കറക്റ്റ് വണ്ടി നിർത്തിയായിരുന്നു. അതെ മാമി, ഞങ്ങളുടെ കൂടെ ഒരു മാമനുണ്ട്. അപ്പൊ മാമനെയും മാമിയായിട്ട് നമുക്ക് പറയുമ്പോ മാറിപ്പോയത്. ആ അപ്പൊ എത്ര ദിവസം കാണും ഇവിടെ?
ഇന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടൊന്ന് വരും. നാളെ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോകും. എനിക്ക് നാളെ തൊട്ട് പരീക്ഷയാണ്, മനസ്സിലായി. അപ്പം അവിടെ ഞാൻ പുതിയ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞങ്ങളെ കണ്ടിട്ട് 1 വർഷത്തിന് മേലെ. അപ്പം ഞാൻ വിചാരിച്ചു മാമിയൊക്കെ കാണാൻ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. അവരെ സ്നേഹം കണ്ടില്ലേ അലീന? ഒരു ദിവസം അലീനയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്നല്ലല്ലോ കണ്ടത്. കണ്ടത് നമ്മുടെ നാട്ടിലെ പയ്യന്മാരാണ് മൊത്തം കണ്ടത്. പക്ഷെ അലീന കുറച്ച് ലുക്കായില്ലേ? സത്യം കേട്ടാ, ഒരു കിളവ് ലുക്കൊക്കെ മാറി. അത് ഇപ്പം കുറച്ച് കുട്ടിയുടെ ഒരു പുതിയ ബ്രാൻഡ് കിട്ടി. പ്ലാസ്റ്റിക് സർജറി. ഇല്ല അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരാളെ മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ സൂര്യ ബോസ്, നമ്മളെ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോ അതിന്റെ ഇടയ്ക്ക് 4 പ്രാവശ്യം സൂര്യനെ വിളിച്ചിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ അവന് വിഷമം വരും. സൂര്യനെ ഞാൻ ഒത്തിരി മിസ് ചെയ്ത്. സൂര്യ ഇന്നലെ പോകുമ്പോ കൊണ്ടുപോയിക്കുന്ന കൂടി മിസ് പോകുമ്പോ ഇനിയിപ്പോ ആ തറകെ இன்னொரு அம்மா அப்பா பேர் சொல்லக்கூடாதா, இங்க பெரிய பெரிய கேர்ள்ஸ் கிட்ட பேசக்கூடாதா, பாய்ஸ் கூட അല്ല ഞാൻ ജെസ്സിനെ മറ്റേ ഇപ്പൊ ജെസ്സിയുടെ പേര് ജെസ്സിയുടെ പേര് മാത്രമല്ല പറയും. എവൊരു നാടിന്റെ പേരാണ് പറഞ്ഞത്. അവന്റെ പേര് വെച്ച് അമ്മ പേര് അലീന, അപ്പാ പേര് എന്തോ, മുതുവപ്പ പേര് മുതുവപ്പൂപ്പന്റെ പേര്, മുതു അമ്മച്ചിയുടെ പേര്, മുതു അമ്മാമ്മയുടെ പേര്, എന്ത് തുടങ്ങും പേരന്റെ പേര്, പേരപ്പൻ. ഇനിയിപ്പോ ഇല്ല ഫ്രീഡം. ഈ പ്രായത്തിൽ ഇത്ര ഫ്രീഡൊക്കെ മതി. കഴിവറി ഇനിയിപ്പം പറയാൻ പോണ എന്താന്നോ, എന്റെ പേര് സൂര്യ ബോസ്, എന്റെ അപ്പ അമ്മയും പറയല്ലെന്ന് പറഞ്ഞായിരുന്നു, എന്റെ അപ്പ പേര് ചന്ദ്രബോസ്, ഇതൊന്നും പറയല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ഇനി പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ കൊടമടിക്ക് അടിക്കും തറയില്. ശരി നീ ഒരു സെക്കൻഡ് ഇപ്പൊ നിങ്ങൾ സംസാരിക്കേ. അതെ കുട്ടി ഒരു ഹെൽപ്പ് ചെയ്യാവോ? അതെ അവിടെ ഒരു കുഞ്ഞു പയ്യൻ നിക്കുന്നുണ്ടല്ലോ, അവന്റെ അടുത്ത് പോയിട്ട് പേരെന്താ ചോദിക്കുവോ? അതെ അവിടെ ഒരു പയ്യൻ നിക്കില്ല, കൊച്ചു പയ്യൻ, അവന്റെ അടുത്ത് പേരെന്താന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇന്നൊരു ദിവസത്തേക്ക് എല്ലാരും ഓർമ്മിക്കട്ടെ. സൂര്യ വിളിക്കണ്ടാ വായില്ലേ? ஹலோ சாரி, உங்ககிட்ட சம்சாரிக்க கூடாது. எங்க வீட்ல எங்க அப்பா எங்க அம்மா எங்க பாட்டி எல்லாம் சொல்லிருக்காங்க. சாரி, என்கிட்ட பேச வேண்டாம். ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ പറയുള്ളത്. അതെ അത് പയ്യനെ ചെറിയൊരു മാനസിക രോഗം ഉണ്ടായിരുന്നു. അതിപ്പം കുറവുണ്ടോ കുറവില്ലേ നോക്കിയത്. ആരെങ്കിലും പേര് വെക്കുമ്പോഴത്തേക്ക് കുറെ പേരുകൾ പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അതിപ്പം മാറി. ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. ഒന്നും വിചാരിക്കല്ലേ. കുട്ടിയുടെ പേരെന്താ? ദിയ. എന്റെ പേര് ചന്ദ്രൻ. നൈസ് ടു മീറ്റ് യു. ഓക്കെ എന്റെ അടുത്ത് വന്നറിയപ്പോഴേ ഫോൺ ചാർജ് സൂര്യ വിളിക്കാനും പറ്റത്തില്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? எங்க வீட்ல யார்ட்டையும் பேசக்கூடாது சொல்லிருக்காங்கன்னு சொன்னப்பா. നിന്റെ അടുത്ത് എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? നീ എന്ത് പറയണമെന്നാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്? മാമന്റെ മാമി பெரியவங்கிட்ட பேசக்கூடாது சொல்லிருந்தப்பா. പെരിയവங்கள்ட்ட പേസണ്ട. നീ പോടി. എന്താ പറപ്പാ മനസ്സിലാവില്ല. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കൂലേ അപ്പൊ നിന്റെ അച്ഛന്റെ പേരെന്തോന്ന്? அப்பா அச்சன் பேரு எங்க அப்பா சொல்லக்கூடாது பறிஞ்சிருக்காரு சொல்லிட்டேன்ப்பா. പാമ്പയിലാണെങ്കിൽ ബ്രോ നോക്കിയോ ഇങ്ങോട്ടാ. ഹലോ മച്ചാനെ നോക്കിയോ, നല്ല പേര്. എടാ ഇതാണ് നിന്റെ ഗാഡി ഇരുന്നോട്ട്. സൂര്യ അങ്ങനൊന്നും പറയല്ലേ. ഒരാള് പേര് ചോദിക്കുമ്പോ എന്റെ പേര് സൂര്യ. ഓക്കെ அவரு ஓகே நீ இங்க என்ன பண்ற, உனக்கு ஃபேமிலி இருக்கு, அப்பா பேர் என்ன എന്ന് കേട്ട സൂര്യ ചന്ദ്ര சாரி பா, இட்ஸ் மை ஃபுல் ஃபால்ட் பா. இதுக்கு மேல நான் அத மாதிரி പറയ மாட்டேன். என் பேரை மட்டும் தான் പറയൂ. ஓகேவா? നല്ല കാര്യം. അങ്ങനെ തന്നെ പോണേ. വാ அப்பா நியூ இயர் ரெசல்யூஷன் என்னப்பா? அப்பா ന്യൂ ഇയർ റെസല്യൂഷൻ ആർക്കിട്ടെ പറഞ്ഞുകൂടാ. അത് അറിഞ്ഞൂടാ. ഓക്കെ
2026 ഫസ്റ്റ് നോളജ് ആണ് നിനക്ക് ഞാൻ പകർന്നു തരാൻ പോണേ. ആരുടെ അടുത്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയില്ല കേട്ടാ. ഓക്കേ ബാ ഓക്കേ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ അടുത്ത് പറയാം. ആ അമ്മ അടുത്ത് പറഞ്ഞാൽ പുണ്യം കിട്ടും. നിന്റെ കയ്യിലെന്തീ മന്താ? അതിന്റെ കയ്യില് 2 കയ്യിലോ അലീര? ഫാഷൻ. കാലിന്ന് മുകളിലോട്ട് കയറിയതാണോ? അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ പാന്റില് സോപ്പ് പൊടി ഇരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? എടി അത് ഹണികോംബ് മോഡലാണ്. നിനക്ക് ട്രെൻഡിനെ പറ്റി അറിഞ്ഞാത്തോണ്ടാ നിനക്ക്. அப்பா துவைக்கலனா அப்படிதான் இருக்கும் Dress எல்லாம். அம்மா ஊர்ல எல்லாம் துவைக்கல தானே. എന്താ പറ്റി? அம்மா துணி துவைச்சு போடல தானே. അവനെന്താ തെറി പറഞ്ഞല്ലേടി അലീന? இல்ல இல்ல இல்ல. എന്താ തേക്കണോ? துவைக்கணும். തൂക്കണോ? എന്തോ തൂക്കണം? அதல்லப்பா. வாஷ் செய்யணும். வண்டி உன்னோட Dress இருக்குல பேண்ட் அது வாஷ் செய்யலன்னு பாருங்க. அது வெள்ளை வெள்ளையா உண்டுல்ல அதான். കുളിക്കാറില്ല പിന്നെ തുണി കഴുകാൻ. അതെ ഇത് മോഡലാണ് മനസ്സിലായി. ഇത് പ്രിന്റ് ആണ് കേട്ടാ. പ്രിന്റാ ബா ദൂരத்துல നിന്ന് பார்த்தா ஏதோ வெள்ளையா இருக்கு. ഒന്ന് മാറി എല്ലാരും ഒന്ന്. ഉന്നടാ അപ്പൻ ഇതുപോലെ തുടച്ചു കളഞ്ഞെങ്കിൽ നീ ഇവിടെ വരത്തില്ലായിരുന്നു. മനസ്സിലായ? മനസ്സിലായ? നീ അധികം എന്റെ അടുത്തൊക്കെ സംസാരിക്കില്ലേ കേട്ടാ പട്ടി. ഓവർ എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു മകനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. ഓവർ എക്സ്പെക്ടേഷൻ ഉള്ള എല്ലാത്തിനും ഓവർ എക്സ്പെക്ടേഷൻ. കണ്ടറിഞ്ഞു ദൈവം തന്നു. കൊണ്ടുവന്നിട്ടേ ന്യൂ ഇയർ ബലൂൺ. ഈ പരിപാടി നിന്റെ തന്തയ്ക്ക് കൊണ്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടാ. നിന്റെ തന്തയ്ക്ക് നിക്കറവിടെ പാന്റ് ഇവിടെ പാന്റ്. അല്ലല്ല അത് അഴുക്ക്. അലീല കൊച്ചു പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം. മാറില്ലടി കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം. സൂര്യ എന്നോട് ഗിഫ്റ്റ് അത് കയ്യിൽ വെച്ചിക്കോ. എന്താന്ന് പറ സൂര്യ, തുറന്നു നോക്കിട്ട് എന്താന്ന് പറ. അല്ല വീട്ടിൽ പോയി തുറന്നേ. ഗിഫ്റ്റ് ഒക്കെ വീട്ടിൽ പോയി തുറന്നു നോക്കിയേ. ഇല്ല ഇപ്പൊ തന്നെ തുറക്കണം. ഭക്ഷണം തരുമോ? ഭക്ഷണം തരാം. ഒരു ദിവസത്തേക്കല്ല, ഭക്ഷണം ഇപ്പൊ തരാം. ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ തറ ഇട്ടിട്ടുണ്ട്, എടുത്തോണേ. എന്നൊക്കെ വരി എടുക്കാനൊക്കെ. എടാ അതിന്റെ അകത്ത് ഒരു ചെറിയൊരു മങ്കി പെൻ ഉണ്ടാവും. ആ പേന വെച്ച് നീ എന്ത് എഴുതിയാലും അത് സാധിക്കും. സാധിക്കുന്ന ഫസ്റ്റ് എഴുതേണ്ടതിന്റെ ഒറിജിനൽ തന്തയെ കിട്ടുക കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. സൂര്യ നീ ഒന്ന് യോസിച്ച് പറ. നിന്റെ ഒറിജിനൽ ഡാഡി വന്നു കഴിഞ്ഞാ അല്ല സൂര്യ അതല്ല, അയാൾ വന്ന് സത്യം കൈപ്പേറിയതാണ്. അത് പറയണല്ലോ. അയാൾ വന്നു കഴിഞ്ഞാൽ നിന്നെ എന്തായാലും നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. അപ്പൊ നിനക്ക് വിഷമാവോ? ഞങ്ങൾക്ക് വിഷമാവെന്ന് വിചാരിച്ച് നീ പറയാതിരിക്കണ്ട. നീ പൊക്കോ, ഞങ്ങക്ക് വലിയ വിഷമമില്ല. ഞങ്ങൾ രണ്ടല്ലടാ, ഞങ്ങൾ ഒന്നാണ്. ചേർന്നില്ല. ന്യൂ ഇയർ ആയിട്ട് അവന് ഇങ്ങനെയൊക്കെ പറയണോ? നമ്മളവനെ വല്ലാതെ നമ്മളവന് നാളെ ഒരു വീഡിയോ എടുക്കട്ടെ നമ്മളെ തകർക്കാൻ വേണ്ടിട്ട്. അവന്റെ പുതിയ വീഡിയോയില് ഞാനാ വില്ലെത്തി, അതറിയോ? ഞാനത് നൈസായിട്ട് അറിഞ്ഞ്. എങ്ങനെ അറിഞ്ഞ് കരച്ചിൽ തുടങ്ങിയട്ടെ. കരച്ചിൽ തുടങ്ങി. നീ ഇവിടെ കടൽപ്പട്ടി കയ്യിലോട്ട് കയറിയാ. സെറലാക്കട ആട്ടേരെ കൂടി ഇടാ ചുമ്മടാ. എന്താ മോക്തില്ല കൂടി
അല്ല നമ്മള് കാര്യമാണ് പറഞ്ഞ സൂര്യ, ഇത് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. റിയാലിറ്റി, വി ഷുഡ് അക്സെപ്റ്റ് ദ റിയാലിറ്റി. മനസ്സിലായോ? அப்பா உன்னை தந்தரு கூப்பிட கூடாது, நீ தானே இப்படி எல்லாமே பண்றியாப்பா? ന്യൂ ഇയർ ആയിട്ട് നിനക്ക് ഈസ്റ്റർ ബോൾ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ. அம்மா எனக்கு கார் എടാ മുട്ട മേടിച്ച പ്രോട്ടീൻ മുട്ട പൊരിക്കുന്ന இப்ப நான் gift வாங்குற மூட்லயே എടി, അവൻ വെച്ചായിരുന്നെടി, മറന്നുപോയി. എടാ ഒരു മുട്ട എടി എന്താ അലീന? എന്നാ എനിക്കൊന്നും എനിക്ക് എന്നാലും മതി, ഞാനാലും മേടിച്ചോളാം. സത്യം അതൊരു മുട്ടയ്ക്ക് ആള് കൂടിയല്ലേ. அவங்க சரி பண்ற மாதிரி பேசல. திடீர்னு உங்க அப்பா வந்துட்டா என்ன பண்ணுவான்னு உங்க அப்பாவே உன்கிட்ட வந்து கேட்டா எப்படி അപ്പഴേ പറഞ്ഞു വിടൂലേ? சொல்ல உங்க அப்பா வந்து ഇതാണ് സ്വഭാവം. പെരിയ വായില് വലിയ വായില് പെരിയ വർത്താനം. സൂര്യ, எப்படி இருக்கும்னு கேட்டேன். உங்க அப்பா வந்து உங்க கிட்ட സൂര്യ, வந்து உங்க அப்பா ഇത് வந்தா என்ன പാര്, பண்ணுவான்னு അമ്മ கேட்டா എന്നെ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പാരുടാ. ரெயின்போ அம்மா எடுத்துட்டு வருவா என்ன ഇത് വേറെ കമ്മ്യൂണിറ്റി പോവേ. എന്ത് റെയിൻബോ? കൊച്ചു പിള്ളേർക്ക് റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ല, അത്രേ ഉള്ളൂ. ഒന്ന് ആയിടാ പട്ടി. പിന്നെ எனக்கு அப்பா எனக்கு ரெயின்போ கலர் பிடிக்காதுப்பா, எனக்கு ரெட் பிளாக் தான்ப்பா பிடிக்கும். ഇതെന്തിനാണ് റെയിൻബോയ്ക്കൊക്കെ ഇത്ര പ്രശ്നം ഇപ്പൊ ഇവിടെ? സത്യം. അല്ല ഈ റെയിൻബോ കളറൊക്കെ ആരാ ഉണ്ടാക്കിയത്? കൂടുതൽ ചീറ്റല്ലേ? ചീറ്റിക്കല്ലേ? അതെ, നിനക്കൊരു മോന്റെ ആവശ്യമാണ്. നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എനിക്കോ? ആ നിനക്ക്. എന്തിനാ? സൂര്യ അവന്റെ വീട്ടിൽ പോയി 2 ആഴ്ച തന്നെ. വേണ്ട വേണ്ട സൂര്യ அப்பா அப்படி இருக்க முடியாதுப்பா. സൂര്യ ഐലൻഡും കൂടെ പിന്നെ എഴുതി நான் ஒண்ணு கூட அந்த கண்டெய்னர்ல தான்ப்பா நைட்ல தூங்குறேன். உனக்கு தெரியல? എന്താ കണ്ടെയ്നർ? நீ ஃபர்ஸ்ட் என்ன ஒரு கண்டெய்னர்ல தூங்க விட்டல? அந்த கண்டெய்னர் தானே உன்னோட நான் தூங்க പറഞ്ഞേ. ஆமாப்பா, அதுல தான்ப்பா தூங்க. அதுக்கப்புறம் நீ என்னடா பண்ணியே? அதுக்கப்புறம் நீ ആ കുടുംബത്തിനെ മൊത്തം നീ എടുത്തില്ലേ? அப்பா அப்படி பண்ணு. നീ ആദ്യം എന്റെ കുടുംബത്തിനെ എടുത്ത്, എന്നിട്ട് എന്റെ ഗേൾഫ്രണ്ട് നിന്റെ അമ്മ എന്ന് പറഞ്ഞെടുത്ത്, എന്റെ ഫ്രണ്ട്സിനെ നീ ചിത്തി, ചിത്തപ്പൻ, പെരിയപ്പൻ, പെരിയമ്മ, പൊരിമാമൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൊണ്ടുപോയി. നീ ഒരു സൂചി കയറ്റ ഒരു നൂല് കയറ്റുള്ള ഇട വന്നപ്പോഴത്തേക്ക് നീ അവിടെ തോട്ടി കയറ്റിയല്ലേ? அப்பா என்னப்பா இப்படி சொல்ற? நீ அப்பானா எனக்கு சுத்தி இருக்கவங்க எல்லாம் ரிலேஷன் தானப்பா. ആമല്ലേ അലീന? അപ്പൊ സരിത ഈ ബാക്കിൽ നിൽക്കുന്ന മാമ നിന്റെ ആര്? ഈ പിങ്ക് കളർ அவர் என்னோட மாமா. 30 மாமால ஒரு மாமா. 30 மாமால அவரு ஒரு மாமா தான் எனக்கு. മാമൻ இதோ மண்டார மாமா வந்து മണ്ട മാമാനാ? எனக்கு ஒரு பொண்ணு. മന്ദാര மண்டார மாமா. എന്തോരം உங்களுக்கு ஏதோ கொண்டு வந்துச்சுன்னா எனக்கு அது கொண்டு வந்து ஒரு பொண்ணு. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? മനസ്സിലായില്ലേ? കുടുംബം മൊത്തം അവൻ എടുത്ത്. നിനക്കൊരു പെണ്ണ് അവൻ പറഞ്ഞ അവന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നിനക്കൊരു മോള് പിറന്നു കഴിഞ്ഞാൽ അവൻ അത് മുറപ്പെണ്ണെന്നാണ് അവൻ ഇപ്പൊ പറഞ്ഞത്. മോള് വേണ്ട സേഫ് അല്ല. ഈ സബ്ടൈറ്റിൽ ഫീച്ചറും കൂടെ ഉണ്ട്. അല്ലെന്ന് സത്യമല്ലേ? எங்க அப்பா மாதிரி எங்க அம்மா எப்படி எங்க அப்பா வந்து அம்மாவை எப்படி നോക്കുம்போது நானும் உங்க பொண்ணு நல்லா നോക്കിப்பேன். ഇതല്ലേ? അതെ, നീ എന്തിനാണ് ഇങ്ങനെ കാടി കയറി പോണത്? മനസ്സിലായോ? അല്ല ഇത് ബ്രോ ഇത് സിറ്റിസൺ ആണോ? സിറ്റിയിലുള്ള ആളാണോ? നമ്മുടെ സിറ്റിയിലുള്ള? ആ സിറ്റിയിലുള്ളോട്ടല്ലേ ഇവിടെ നിക്കണം. അതല്ല, അത് മനസ്സിലായി. സിറ്റിസൺ ആണോ ഗ്യാങ് ആണോ വിഷയമാണ്. ഗ്യാങ്ങല്ല, ഞാനൊരു ബിസിനസ്സുകാരൻ. ആ ബിസിനസ്സുകാരെ ഇവനൊന്ന് പറഞ്ഞൊന്ന് കണ്ടിട്ടൊരു മെച്യൂരിറ്റി ഉള്ള ആളെപ്പോലെ തോന്നുന്നുണ്ട്. ഒന്ന് ബിസിനസ് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്ത് ബിസിനസ്സാണ്? എന്ത് ബിസിനസ്സാണ്? റോക്സ്വുഡ് ഐലൻഡ് അറിയാമോ? റോക്സ്വുഡ് ഐലൻഡ്? അപ്പുറത്ത്. അതെന്റെയാണ്. സബ്ഗുരിയാണോ? അവിടെ മർഡോക്ക് എസ്റ്റേറ്റ് എന്നൊക്കെ അങ്ങോട്ട് കേറുമ്പോ റോക്സ്വുഡ് മാറ്റ് മർഡോക്ക് എന്ന് എഴുതിയിട്ടില്ലേ? ആണോ? അതല്ല നിങ്ങളാണോ? ആ മാറ്റ് മർഡോക്ക് ഞാനാണ്. എനിക്കവിടെ ഒരു അരസന്റെ സ്ഥലം വേണമായിരുന്നു. എന്ത് കേട്ട്? എവിടെ? വൈൻവുഡിനകത്താ? അതെ. പറയാലോ. എത്ര രൂപ?
ഫുഡ് വാങ്ങി സാപ്പിടുமா സെറ്റാക്കി തരാം. അവിടെ കുറെ വീടുകളുണ്ട്, അതിനകത്ത് ഒരു വീട് തന്നാ മതി. വാങ്ങി സാപ്പിടുமா എടാ ഈ അപ്പാപ്പന അതും വിറ്റടാ. അപ്പനെ അല്ലല്ല അപ്പൊ ഞാൻ അത് ഞാനങ്ങ് വാങ്ങിച്ചത് ആദ്യമേ തന്നെ. ആണല്ലേ? വലിയ ആളാണ്, സിമ്പിൾ മനുഷ്യനെ പോലെ നടന്നേ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട്. പേരെന്തായിരുന്നു? എന്റെ പേര് മാറ്റ് മർഡോക്ക്. ബിസിനസ് മാറ്ററ അപ്പുറം ബിസിനസ് മാറ്റ് നടന്നപ്പോ മറ്റേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നില്ല മാറ്റാണ്. ബിസിനസ് ഒന്നും ഇല്ല. അതായിരുന്നു ഞാൻ ഇപ്പൊ ഒരു അവിടെ ബിസിനസ് ഇറങ്ങി. ഇവനാണ് പറഞ്ഞത് ബിസിനസ് ഒന്നിട്ടൊന്നും അല്ല വന്നേ. ഇവരിവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടോ? ഇവ എപ്പോഴും കഞ്ചാവ് വിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡാ! എന്ത് business കൈ പോക്കടാ. സംസാരിച്ചു. പോക്കടാ കൈ. കൈ പോക്കടാ. அப்பா இல்லப்பா சத்தியமா இல்ல எந்த കൈ പൊക്കടാ. business പൊക്കടാ കൈ. ഞാൻ പൊക്കാ പറയാൻ പൊക്കിയാ മതി കൈ. ആ. ഇതൊന്നും എങ്ങനെ നോക്കണേ? ആ നോക്കട്ടെ. ഇല്ല നോക്കണം എനിക്ക് കാര്യമായിട്ട്. ஒண்ணும் இல்லப்பா நீ ആ എനിക്കിവിടെ ഹാഫേ നീ നോക്കിട്ടേ ബാറ്റ്. നീ എന്തിന് ക്രിക്കറ്റ് കളിക്കാൻ പോണാ? அப்பா இல்லப்பா ஒருத்தவங்க வந்து என்கிட்ட வம்பு பண்ணாங்கப்பா அதான் வச்சிருக்கேன் என்னோட சேஃப்டிக்காக ഓക്കെ ഫോൺ എടുത്ത് നീ പാസ്വേഡ് പറ. ஃபோன் மட்டும் எடுக்காதப்பா அப்பா அப்பா ഇല്ല 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 நிறைய டீடைல்ஸ் இருக்குப்பா ப்ளீஸ் பா எதுவும் எடுத்துக்கோப்பா ചാർജ് ഇല്ലല്ലോ. പാസ്വേഡ് 555555. ആ വാൾപേപ്പർ നിന്റെ ഉണ്ട് കേട്ടാ. വാസ്കോഡ് ഗാമ പെൺടൂണ്ടൽ ഗാമ 10 വർഷം കവളേലും വാ. ബാങ്ക് അതില്ല അതെന്റെ ഇല്ല. ബാങ്ക് എന്താണ്? മെസ്സേജ് നോക്ക്. മെസ്സേജ് നോക്കട്ടെ. മെസ്സേജസ്. അലീന അമ്മ എത്രയാ പ്രൈസ് റെന്റിന്? എത്രയാ പ്രൈസ് റെന്റിന്? അപ്പ മിസ് യു വിൽ കം ഓർ ഐ വിൽ കം. ജിഷു അന്ന ഏഞ്ചൽ സുധാകരൻ പിള്ള എലി വാവ കുട്ടി ചാറ്റ് നോക്കട്ടെ. ഇതൊന്നുമില്ല. அதுல எதுவும் எடுக்காதப்பா അതിലൊന്നുമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ട്. ഒരു മിനിറ്റ്. அப்பா அது குடுத்துருப்பா போன நோண்டாதப்பா പ്ലെയർ ചുമ്മാടാ. ഓ പോയിട്ട് വാ, പുറത്ത് പോയിട്ട്. வயசு ஆயிடுச்சுப்பா எனக்கு 10 வயசு ஆயிடுச்சுல போன் எடுக்க கூடாதுப்பா അലീന അമ്പാൻ ആവണി അയ്യർ അപ്പുക്കുട്ടൻ ആഷ്ലി ആമി 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 ടി കെ ആമി ലൈറ്റ് അന്ന ഏഞ്ചൽ. ആ ഷെയ്ക്ക എന്താ പരിപാടി? എന്റെ മുത്തേ കൊറേ ദിവസമല്ലേ കണ്ടിട്ടേ. ഷെയ്ക്ക ഞാൻ എന്റെ മോന്റെ ഫോൺ സെർച്ച് ചെയ്യണം. ഈ പിള്ളേരെ കൊറോണ ടൈമിൽ ഫോണിൽ കയറിയതോടെ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ, മനസ്സിലായില്ലേ? ചക്കനൊന്നും പറയല്ല. ചക്ക നമുക്ക് സിറ്റിയില് അത്യാവശ്യം പെൺകുട്ടികളൊക്കെ എന്താ ഷെയ്ക്ക്? എന്താ ഷെയ്ക്ക് കേട്ടില്ല. ഷെയ്ക്ക് എന്താ പറഞ്ഞേ? ഷെയ്ക്ക് എന്താ? ഇവനാണ് നമുക്ക് സിറ്റിയിൽ അത്യാവശ്യം. ചുമ്മാടാ ചുമ്മാടാ സൂര്യ ചുമ്മാടാ എന്തുകൊണ്ട് ചുമ്മാടാ. ഞാൻ പറയാം ആ ചന്ദ്ര ആക്ച്വലി പെണ്ണിനെ സെറ്റാക്കി കൊടുക്കാൻ നടക്കുവാണ് സൂര്യ. കൊടുക്കാണോ? മോശം മോശം. തരാം 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 തരാം. 5 கோடி கொடுத்தாருப்பா அவர் அதான் பார்த்தேன் 5 കോടിയല്ലേ? ബ്രോക്കർ സർവീസ് തുടങ്ങി അത്ര ഇപ്പൊ. ബ്രോക്കർ സർവീസ് ആണോ? ഇവ എന്റെ അടുത്ത് 50 CR അല്ലേ ചോദിച്ചത് ചന്ദ്ര? 50 CR ആ ഞാനും തുടങ്ങിയത് നാളെ തൊട്ട് കേൾക്കൊണ്ടിട്ട്. காசு கொடுத்தா கார் கிடைக்கும்ல அதுக்கு தான்ப்பா அப்படி செய்தேன் ഏത് കാറ്? ജാനുവരി 2. இப்போ ഇവൻ പറയുന്നത് സിറ്റിയിലെ എല്ലാ പെമ്പിള്ളേരും ഇവന്റെ നമ്പർ ഇവന്റെ അടുത്തുണ്ടെന്നാ പറഞ്ഞത്. 8 കോടി 8 കോടി വെച്ച ആർക്കാ കൊടുക്കണ ഇവൻ കാശ്? എക്സ്പെൻസ്. സൂര്യ ഒന്നും വന്നാ സൂര്യ ഒന്നും പറയുന്നുണ്ട്. ഇതിന്റെ പേരും പറഞ്ഞ് പിണങ്ങിയിട്ടല്ലേ ഞാൻ ലാസ്റ്റ് പോയത്. തന്നല്ലേ തന്നെ. இல்லம்மா அவர் விழிக்கிறாருமா சேகமாமா പോ 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 പോ. ഓ ചെല്ല് ചെല്ല് ചെല്ല്. എല്ലാത്തിനും തരാം, എല്ലാവർക്കും തരാം. മാമൻ മാമൻ മാമാപ്പണി. മാമാപ്പണി ആണ് മാമാപ്പണി. ഇതെല്ലാം ഇതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞ് മനസ്സിലായില്ല. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞത്. ஒரே நிமிஷம் சொல்லிட்டு வந்துறேன் ഇവനെ കുഞ്ഞാരെ ചക്കരെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇതിനൊരു 4 പ്രാവശ്യം. ഓക്കെ അവൻ്റെ അടുത്ത് ഈ ഫോണ് ഒന്ന് കൊടുക്കണം. എന്നിട്ട് നീ ഒന്ന് പറയണം. ഫോണിൻ്റെ അകത്ത് നോട്ടിൻ്റെ അകത്ത് അവന് ഒരു സാധനം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഗാലറി ഒന്ന് നോക്കട്ടെ ഞാൻ. ഗാലറി இது உசுபேத்னி இது உசுபேத்னி ജോൺ சொல்லு ഹലോ 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 എന്താ പേര്? பாப்பா ஃபோன் ஃபுல்லா நோடாதப்பா ப்ளீஸ் അലീന. തരാം തരാം തരാം. ഇല്ലേ ഞാൻ ഇസ്മായില്, കൊറിയൻ ഇസ്മായില്. ഹായ് ഹായ്. ഹായ് ഹായ് ഹായ്.